ആദ്യമായിട്ട് നമുക്ക് റവ വേണം. 1 കപ്പ് റവ എടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അതേ അളവിൽ തന്നെ 1 കപ്പ് തൈരും കൂടി ചേർക്കാം. അധികം പൊടിയില്ലാത്ത തൈര് ഉപയോഗിക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാത്ത വിധം മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. റവ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് വേണം. ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. 3 നമുക്ക് മതിയാവും. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. കൂടെ തന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ച് ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളിലെല്ലാം ഒരു പച്ചപ്പൊന്ന് മാറുന്ന വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. റവ ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമായാൽ മതി. അപ്പോൾ 1 കപ്പ് തൈരും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങും അത്യാവശ്യം നമുക്ക് തൊടാവുന്ന ചൂടേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കയ്യിൽ പിടിച്ച് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ആക്കിയെടുക്കുക. നമ്മളിത് സ്റ്റീം ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. എന്തെങ്കിൽ കടായി എടുക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇഡ്ഡലി കുക്കർ എടുത്താലും മതി. ഇനി ഇത് ഗ്ലാസ്സിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. ഇതിലേക്ക് നന്നായിട്ട് എണ്ണ തേച്ച് പുരട്ടാം. നല്ലതുപോലെ തന്നെ എണ്ണ തേച്ച് പുരട്ടണം. അതിനുശേഷം ഇതിലേക്ക് 1.5 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിന് നടുക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിംഗ് ഇല്ലേ, അത് നമുക്ക് നടുക്കായിട്ട് പതുക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ് തയ്യാറാക്കുന്ന സമയത്ത് ഗ്ലാസിൻ്റെ വലുപ്പം നോക്കിയിട്ട് ആ ഒരു അളവിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി വീണ്ടും കുറച്ച് മാവ് ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഓരോ ഗ്ലാസ്സിലും മാവ് ഒഴിച്ചതിന് ശേഷം ആ ഫില്ലിങ്ങും കൂടി വെച്ച് വീണ്ടും മാവ് ഒഴിച്ച് കവർ ചെയ്തെടുക്കുക. ഈ 1 കപ്പ് റവയിൽ നിന്നും നമുക്ക് ഇതേപോലത്തെ 5 ഗ്ലാസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം ഇതേ രീതിയിൽ തന്നെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് നമ്മൾ ഈ ഗ്ലാസ് വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലാസ്സായ കൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും. ഇഡ്ഡലി കുക്കറിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഇത് റെഡിയായി കിട്ടും. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് പതുക്കെ എടുക്കാം. ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് വിടിച്ചെടുക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ മതി, തണുത്ത് കിട്ടും. ഇനി ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക. എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. ശരിക്കും തണുത്തതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും. അപ്പോൾ ഓരോന്നും ഇതേ രീതിയിൽ തന്നെ കത്തി വെച്ചിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി കാണിക്കുന്ന സ്റ്റെപ്പും കൂടി ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം. 1 നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. മല്ലിയില അല്ലെങ്കിൽ കരിവേപ്പില ചേർത്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ഇതോരോന്നും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഈ മസാലയിൽ ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കൈയൊന്നും പൊള്ളാതെ നോക്കണം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. സ്പൂൺ വെച്ചിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കൈ വെച്ച് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഓരോന്നും ഇതേപോലെ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.